പാലക്കാട് നിന്ന് സാജിദ്, ഈ ശശി പോവുകയാണെങ്കിൽ, ഇപ്പോഴും പോവുകയാണെന്ന് ഉറപ്പായിട്ടില്ല, പോവുകയാണെങ്കിൽ അത് CPM-നെ സംബന്ധിച്ച് മണ്ണാർക്കാട്, ഷൊർണൂർ, ഒറ്റപ്പാലം മേഖലകളിൽ എത്രമാത്രം വലിയ തിരിച്ചടിയായിരിക്കും? അജിംസ് UDF-മായി സഹകരിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹം ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ സാധ്യതയുള്ള കോൺഗ്രസിന്റെ ആളുകളെ അങ്ങോട്ട് വിളിച്ച് താൻ ഒറ്റപ്പാലത്ത് മത്സരിക്കുകയാണെങ്കിൽ പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതായത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി ഒറ്റപ്പാലത്ത് മത്സരിക്കുക എന്നുള്ളതിലേക്കാണ് PK ശശി പോകുന്നത്. നാളെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി യോഗവും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവുമുണ്ട്. ഈ PK ശശിയുടെ നീക്കങ്ങൾക്ക് നേരത്തെ തന്നെ തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തെ ഇപ്പോൾ ഒരു ബ്രാഞ്ച് അംഗം മാത്രമാണ്, അതായത് ഒരു പ്രാഥമിക അംഗം മാത്രമാണ്, അതിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകണം എന്ന ഒരു ഭൂരിഭാഗം ആളുകൾക്കും അഭിപ്രായമുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി നാളെ ചർച്ച ചെയ്യാനിരിക്കെയാണ് PK ശശി ഇന്ന് KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. നാളെ അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത്. PK ശശിക്ക് മണ്ണാർക്കാട് മേഖലയിൽ വലിയ സ്വാധീനം ഉള്ള വ്യക്തിയാണ് എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം യുവാക്കളായ ആളുകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. PK ശശിക്ക് വലിയ തോതിൽ അദ്ദേഹത്തിന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ആളുകളെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും CPM-ന്റെ ആളുകളെ കൂട്ടത്തോടെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മണ്ണാർക്കാട് നഗരസഭയാണെങ്കിലും സമീപത്തെ കരിമ്പുഴ പഞ്ചായത്ത്, കാരാകുർശി പഞ്ചായത്ത്, കോട്ടോപ്പാടം പഞ്ചായത്ത്, അലനല്ലൂർ പഞ്ചായത്ത് തുടങ്ങി നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ CPM-ന്റെ സ്ഥാനാർത്ഥികൾ തോക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ PK ശശിക്കൊപ്പം നിൽക്കുന്ന ആളുകൾ മത്സരിച്ചതാണ് എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും. എന്തായാലും അദ്ദേഹം UDF-നൊപ്പം മത്സരിക്കുകയാണെങ്കിൽ CPM-ന്റെ വലിയൊരു വോട്ട് UDF-ലേക്ക് പോകും എന്നുള്ളതാണ് UDF നേതൃത്വം കണക്ക് കൂട്ടുന്നത്. എന്തായാലും അദ്ദേഹം UDF-നൊപ്പം സഹകരിച്ച് അത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ CPM-ന്റെ വിമതരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. കൊഴിഞ്ഞാമ്പാറ ഈ പഞ്ചായത്ത്, നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന CV സതീഷിന്റെ നേതൃത്വത്തിൽ അത്തരം ഒരു നീക്കം നടക്കുന്നുണ്ട്. അതോടൊപ്പം അതിൽ PK ശശി കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു പുതിയ പാർട്ടിയായി അവർ UDF-മായി സഹകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അദ്ദേഹം ഷൊർണൂരിന്റെ MLA ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ചെർപ്പളശ്ശേരി ഷൊർണൂർ മേഖലയിലും അദ്ദേഹത്തിന് കാര്യമായ സ്വാധീനമുണ്ട്.